വെൽക്കം ടു ഓൾ. എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മെയിൻസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ വരുന്ന എക്സാമുകൾക്കെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ചോദിച്ചിരുന്നത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഓരോ പാർട്ടുകളും ഞാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. എക്കണോമിക്സിൽ നിന്നും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ വീഡിയോ സീരീസ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ പറ്റും. അപ്പോൾ പാർട്ട് 1 തൊട്ട് തന്നെ കണ്ടു നോക്കി പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു 2021 ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രമേയം. 2021 ലോക എയ്ഡ്സ് ദിനം നമുക്കറിയാം, എല്ലാ വർഷവും ലോക എയ്ഡ്സ് ദിനം നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ഡിസംബർ 1-നാണ്. അപ്പൊ ഈ വർഷവും ആചരിച്ചു. 2021 ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രമേയം അസമത്വങ്ങൾ അവസാനിപ്പിക്കാം, എയ്ഡ്സും മഹാമാരികളും ഇല്ലാതാക്കാം. ഇവിടെ എയ്ഡ്സും എന്നാണ്, എയ്ഡ്സും മഹാമാരികളും ഇല്ലാതാക്കാം എന്നതാണ് പ്രമേയം. അസമത്വങ്ങൾ അവസാനിപ്പിക്കാം, എയ്ഡ്സും മഹാമാരികളും ഇല്ലാതാക്കാം. നമ്മുടെ ലോക എയ്ഡ്സ് ദിനത്തോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായി HIV അണുബാധ റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് 1986. ദേശീയ എയ്ഡ്സ് നിയന്ത്രണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് 1992-ലാണ്. കേരളത്തിൽ ആദ്യമായി HIV റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിൽ 1987. അതായത് ഇന്ത്യയിൽ ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തത് 1986-ലാണെങ്കിൽ പിറ്റേ കൊല്ലം 87-ല് പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് HIV റിപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്ന് ദേശീയ എയ്ഡ്സ് നിയന്ത്രണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് 92-ലാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ കോളേജുകളിലുടനീളം മൂഡിൽ ലേണിംഗ് മാനേജ്മെന്റ് സംവിധാനം വ്യാപിപ്പിക്കുന്നതിനായി വികസിപ്പിക്കപ്പെട്ട പ്ലാറ്റ്ഫോം ഏതാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്? അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, ഡിജികോൾ എന്നാണ്. അതായത് കോളേജുകളിൽ ഡിജിറ്റൽ പഠനം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒക്കെ ചേർന്നിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചിട്ടുള്ളത്. ആ ക്യാമ്പയിന്റെ പേര് ഓർമ്മിച്ചിരിക്കുക, ലെറ്റ്സ് ഗോ ഡിജിറ്റൽ ക്യാമ്പയിൻ എന്നാണ്. ലെറ്റ്സ് ഗോ ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കോളേജുകളിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വ്യാപിച്ചിട്ടുള്ളത്. ഡിജികോൾ എന്നാണ് പേര്. അടുത്തത് 2021 ഡിസംബറിൽ ഒഡീഷ ആന്ധ്ര തീരത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ച ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏത്? ഒഡീഷ ആന്ധ്ര തീരത്താണ് ഈ ഒരു ചുഴലിക്കാറ്റ് വന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് രൂപപ്പെട്ടത്. ചുഴലിക്കാറ്റിന്റെ പേര് ജവാദ് എന്നാണ്. ജവാദിന്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. ഈ ഒരു പേര് നൽകിയത് സൗദി അറേബ്യ ആണ്. അപ്പൊ ജവാദ് എന്നതിന്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠൻ എന്നാണ്. ഈ കാറ്റിന് ഈ പേര് നൽകിയത് സൗദി അറേബ്യ ആണ്. അടുത്തത് 2021 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ GDP വളർച്ച, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ? അപ്പൊ GDP വളർച്ച എത്രയാണ് ഇന്ത്യയുടെ GDP വളർച്ച? 8.4% ഇന്ത്യയുടെ GDP വളർച്ച. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് രാജ്യമാണ് ബാർബഡോസ്. അപ്പോൾ പുതിയ റിപ്പബ്ലിക് രാജ്യമാകുമ്പോൾ അതിനൊരു പുതിയ പ്രസിഡന്റ് വന്നു കാണും. അങ്ങനെ ബാർബഡോസിലെ ഏറ്റവും പുതിയ പ്രസിഡന്റ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഡെയിം സാൻഡ്ര ബ്രൂനെല്ല മേസൺ. ആരാണ്? ഡെയിം സാൻഡ്ര എന്ന് പഠിച്ചിരുന്നാലും മതി, ബ്രൂനെല്ല മേസൺ എന്ന് പഠിച്ചാലും മതി. ഡെയിം സാൻഡ്ര ബ്രൂനെല്ല മേസൺ. ഏതാണ് രാജ്യം? ബാർബഡോസ് ആണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് രാജ്യമാണ് ബാർബഡോസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്തത് ഹൈദരാബാദ് ആസ്ഥാനമായി സ്കൈറൂട്ട് എയ്റോസ്പേസ് വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ നിർമ്മിത സമ്പൂർണ്ണ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ ഏത്? ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യത്തെ
സ്വകാര്യ നിർമ്മിത സമ്പൂർണ്ണ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനാണ് ധവാൻ 1. ഏതാണ്? ധവാൻ 1. അടുത്ത ചോദ്യം, 2021 കേരള സംസ്ഥാന സീനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാക്കളായത്. 2021 കേരള സംസ്ഥാന സീനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം ജേതാക്കളായത് കോഴിക്കോടും. ആരാണ്? കോഴിക്കോടും. വനിതാ വിഭാഗം തിരുവനന്തപുരവുമാണ്. വനിതാ വിഭാഗം തിരുവനന്തപുരവും. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനമേത്? ഇന്ത്യയിൽ ആദ്യമായ കോവിഡ് വകഭേദം ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കർണാടകയിലാണ്. ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ഇന്ത്യയിൽ ലേബർ ജേണലിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഗ്രാമീണ തൊഴിലാളികൾക്കുള്ള കൂലിയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ലേബർ ജേണലിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ തൊഴിലാളികൾക്കുള്ള കൂലിയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് കാർഷികേതര മേഖലയിൽ ഗ്രാമീണ തൊഴിലാളികൾക്ക് കേരളത്തിൽ നൽകപ്പെടുന്ന വേതനം. 677 രൂപയാണ്. ഇത് ശരാശരി കണക്കാണ്. നമുക്കറിയാം നമ്മുടെ ഏരിയയിലൊക്കെ 700 രൂപ കൂടുതൽ ശമ്പളം പറ്റുന്ന ഗ്രാമീണ തൊഴിലാളികളുണ്ട് അല്ലേ? അപ്പോൾ ദേശീയ ശരാശരിയെക്കാട്ടിലും ഇരട്ടിയാണ് നമ്മുടെ കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾക്കുള്ള കൂലി. അപ്പൊ അങ്ങനെയാണ് കേരളം 1ാം സ്ഥാനത്തെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ശരാശരി എത്രയാണ്? 315.3 രൂപയാണ്. 315.3 രൂപ. വിവാദമായ കാർഷിക നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് എന്നാണ്? 3 കാർഷിക നിയമങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ബില്ലായിരുന്നു അത്. ആ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് റദ്ദാക്കിക്കൊണ്ട് അംഗീകാരം നൽകിയത് ഡിസംബർ 1, 2021. ഡിസംബർ 1, 2021. ഹരിയാനയിലെ കുരുക്ഷേത്ര സർവകലാശാലയിലെ യുവശാസ്ത്രജ്ഞർക്കുള്ള രജിത് ഗോയൽ പുരസ്കാരത്തിന് അർഹനായ മലയാളിക്കാണ് ഈ പുരസ്കാരം കിട്ടിയത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണിത്. രജിത് ഗോയൽ ഹരിയാനയിലെ കുരുക്ഷേത്ര സർവകലാശാലയുടെ യുവശാസ്ത്രജ്ഞന്മാർക്കുള്ള അവാർഡാണ് രജിത് ഗോയൽ പുരസ്കാരം. ഇത് കിട്ടിയത് ഒരു മലയാളിക്കാണ് കിട്ടിയത്. മലയാളിയുടെ പേര് പ്രൊഫസർ KM സുരേശനാണ്. പ്രൊഫസർ KM സുരേശനാണ് രജിത് ഗോയൽ പുരസ്കാരം ലഭിച്ചത്. യുവശാസ്ത്രജ്ഞർക്കുള്ള എന്ത് അവാർഡ്? കുരുക്ഷേത്ര സർവകലാശാലയുടെ അവാർഡാണ് പ്രൊഫസർ KM സുരേശന് കിട്ടിയത്. സ്വകാര്യ വിവര സുരക്ഷാ നയത്തിന്റെ ഭാഗമായി വ്യക്തികളുടെ ചിത്രങ്ങളും വീഡിയോകളും അവരുടെ അനുമതിയില്ലാതെ പങ്കുവെക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയ സാമൂഹിക മാധ്യമം എന്താണ്? സ്വകാര്യ വിവര സുരക്ഷാ നയത്തിന്റെ ഭാഗമായി വ്യക്തികളുടെ ചിത്രങ്ങളും വീഡിയോകളും അവരുടെ അനുമതിയില്ലാതെ പങ്കുവെക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയ സാമൂഹിക മാധ്യമം ഏതാണ്? ട്വിറ്റർ ആണ്. ട്വിറ്ററിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ട്വിറ്ററിന്റെ പുതിയ CEO ആയി നിയമിതനായത് ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരന്റെ പേര് പരാഗ് അഗ്രവാൾ എന്നാണ്. അപ്പൊ പരാഗ് അഗ്രവാൾ ആണ് ട്വിറ്ററിന്റെ പുതിയ CEO ഒരു ഇന്ത്യക്കാരനാണ്, പരാഗ് അഗ്രവാൾ. ഏറ്റവും പുതിയ ICC ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ബാറ്റ്സ്മാൻമാരിൽ 1ാം സ്ഥാനത്തെത്തിയത് ആരാണ്? ജോ റൂട്ട് ആണ്. ജോ റൂട്ട്. രോഹിത് ശർമ്മ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 5ാം സ്ഥാനത്തുണ്ട്. വിരാട് കോഹ്ലിക്ക് 6ാം സ്ഥാനമാണ് ഉള്ളത്. കേരളത്തിൽ ലിംഗവിവേചനത്തിനെതിരെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ രീതിയിലുള്ള യൂണിഫോമുകൾ പുറത്തിറക്കിയ ആദ്യത്തെ വിദ്യാലയം ഏതാണ്? വളയൻചിറങ്ങര ഗവൺമെന്റ് LP സ്കൂൾ എറണാകുളമാണ്. എറണാകുളം ജില്ലയിലെ വളയൻചിറങ്ങര ഗവൺമെന്റ് LP സ്കൂളാണ് കേരളത്തിൽ ലിംഗവിവേചനത്തിനെതിരെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ രീതിയിലുള്ള യൂണിഫോമുകൾ പുറത്തിറക്കിയത്. 2021 വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ മലയാളി ആര്? 2021 വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്. ഹൈഡ്രജൻ എനർജിയുമായി ബന്ധപ്പെട്ട ആദ്യ അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം. ഹൈഡ്രജൻ എനർജിയുമായി ബന്ധപ്പെട്ട ആദ്യ
അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. ലോകത്തിലെ ആദ്യ ഒഴുകുന്ന സുസ്ഥിര നഗരം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സുസ്ഥിര നഗരം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ദക്ഷിണ കൊറിയയാണ്. 2021 മിസ് ട്രാൻസ് ഗ്ലോബൽ ജേതാവായ മലയാളി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് ഇന്ത്യക്കാരിക്ക് തന്നെ സ്വന്തമാകുന്നത്. അതാരാണ്? മലയാളിയായ ശ്രുതി സിത്താരയ്ക്കാണ് 2021 മിസ് ട്രാൻസ് ഗ്ലോബൽ ജേതാവായത് ശ്രുതി സിത്താര. ഇക്കണോമിസ്റ്റ് മാസികയുടെ ഗവേഷണ വിഭാഗമായ ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് 2021 ഡിസംബറിൽ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയ നഗരം ഏത്? ഏത് നഗരത്തിലാണ് ഏറ്റവും ജീവിത ചെലവേറിയ നഗരം? ടെൽ അവീവ്. ഇസ്രായേൽ നഗരമാണ് ടെൽ അവീവ്. ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ നഗരം സിറിയയാണ്. ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ നഗരം സിറിയയാണ്. ഇനി ലോകത്തിലെ ജീവിത ചെലവ് കുറഞ്ഞ 7ാമത്തെ നഗരം നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. അപ്പോ ഏറ്റവും ചെലവ് കൂടിയത് ഏതാണ്? ടെൽ അവീവ് ഇസ്രായേലിലാണ്. ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞത് സിറിയയിലാണ്. ദെൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് 7ാം സ്ഥാനം, ജീവിത ചെലവ് കുറഞ്ഞ 7ാമത്തെ നഗരം. ലോക അത്ലറ്റിക് സംഘടന 2021 ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെ? ലോക അത്ലറ്റിക് സംഘടന 2021 ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് കാർസ്റ്റൻ വാർഹോമിനെയാണ്. നോർവേക്കാരനാണ് കാർസ്റ്റൻ വാർഹോം. മികച്ച വനിതാ താരമായിട്ട് എടുത്തത് എലൈൻ തോംസണെയാണ്. ജമൈക്കൻ താരമാണ് എലൈൻ തോംസൺ. അപ്പൊ നോർവേക്കാരനായ കാർസ്റ്റൻ വാർഹോമിനെയാണ് മികച്ച പുരുഷ താരമായിട്ട് എടുത്തത്. എലൈൻ തോംസൺ ആണ് ജമൈക്കക്കാരിയാണ് മികച്ച വനിതാ താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അത്ലറ്റിക് താരങ്ങളുടെ പരിശീലനത്തിന് മേൽനോട്ടം നൽകുന്നതിനുള്ള മിഷൻ ഒളിമ്പിക്സിലേക്കുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മലയാളി വനിതാ കായിക താരം ആര്? 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അത്ലറ്റിക് താരങ്ങളുടെ പരിശീലനത്തിന് മേൽനോട്ടം നൽകുന്നതിനുള്ള മിഷൻ ഒളിമ്പിക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മുൻ മലയാളി വനിതാ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജിനാണ്. ദെൻ 2021 ഡിസംബറിൽ ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച മികച്ച 30 യുവ IT സംരംഭകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി അശ്വിൻ ശ്രീനിവാസ് ആണ്. അപ്പൊ അശ്വിൻ ശ്രീനിവാസ് ആരാണ്? ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച മികച്ച 30 യുവ IT സംരംഭകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളിയാണ്. കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡിലെ പിഴവുകൾ തിരുത്തുവാനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുമായി ആരംഭിക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് തെളിമ. എന്താണ് തെളിമ? വാഹനങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു ഭാരത് രജിസ്ട്രേഷൻ ആക്കാനായി, അതായത് ഇത്രയും നാളും അതത് സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷൻ ആയിരുന്നെങ്കിൽ ഇനി മുതൽ ഇന്ത്യയിൽ ഒറ്റ രജിസ്ട്രേഷൻ ആണ് ഇനി വാഹനങ്ങൾക്ക് വരുന്നത്. അതായത് വാഹനങ്ങൾക്ക് ഭാരത് സീരീസ് രജിസ്ട്രേഷൻ അംഗീകാരം നൽകിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇങ്ങനെ വാഹനങ്ങൾക്ക് ഭാരത് സീരീസ് രജിസ്ട്രേഷൻ അംഗീകാരം നൽകിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കർണാടക. 2021 സെപ്റ്റംബറിലാണ് ഭാരത് സീരീസ് രാജ്യത്ത് നിലവിൽ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ കീഴിലുള്ള ആദ്യ അക്കാദമി നിലവിൽ വരുന്ന സ്ഥലം ഏത്? കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ കീഴിലുള്ള, അതായത് കേരള ഷട്ടിൽ അസോസിയേഷനാണ് അതിന്റെ കീഴിലുള്ള ആദ്യത്തെ ഷട്ടിൽ അക്കാദമി നിലവിൽ വരുന്ന സ്ഥലം ഒറ്റപ്പാലമാണ്. പാലക്കാട് ഒറ്റപ്പാലത്താണ്. 2021 ഡിസംബർ രാജ്യസഭ പാസാക്കിയ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട ബില്ല്. 2021 ഡിസംബർ രാജ്യസഭ പാസാക്കിയ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ പേരെന്തെന്നാണ്? ഡാം സുരക്ഷാ ബിൽ 2019. 2019 എന്നാണ് എടുത്തു പഠിക്കുക. പക്ഷെ രാജ്യസഭ പാസാക്കിയത് എപ്പോഴാണ്? 2021 ഡിസംബറിലാണ്. പക്ഷെ ഇത് 2019 ലോക്സഭ പാസാക്കിയിട്ടുണ്ട്. 2019 ലോക്സഭ പാസാക്കിയത്. ബില്ലിന്റെ പേര് ഓർമ്മിക്കുക, ഡാം സുരക്ഷാ ബിൽ 2019. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഡോക്യുമെന്ററി രംഗത്തെ സംഭാവനകൾക്കായുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ
ഡോക്യുമെന്ററി രംഗത്തെ സംഭാവനകൾക്കായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് രഞ്ജൻ പാലിത്ത്. ആരാണ്? രഞ്ജൻ പാലിത്ത്. 2023 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2023 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? കരകൗശലമാണ്. കരകൗശലാവുമ്പോൾ അത് ഭദ്രമായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് കരകൗശല സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകത്തില്ലേ? അതുകൊണ്ട് പി രാമഭദ്രനാണെന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പൊ സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? പി രാമഭദ്രനാണ്. 2021 ഡിസംബറിൽ കടബാധ്യതയുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ തുടർന്ന് റിസർവ് ബാങ്ക് ഏറ്റെടുത്ത ധനകാര്യ സ്ഥാപനം ഏത്? എക്കണോമിക്സ് ഭാഗത്തുനിന്ന് ചോദിക്കാൻ പറ്റിയൊരു കറണ്ട് അഫയേഴ്സ് ആണ്. 2021 ഡിസംബറിൽ കടബാധ്യതയുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ തുടർന്ന് റിസർവ് ബാങ്ക് ഏറ്റെടുത്ത ധനകാര്യ സ്ഥാപനം റിലയൻസ് ക്യാപിറ്റൽ ആണ്. റിലയൻസ് ക്യാപിറ്റൽ. നബാർഡ് സഹകരണത്തോടെ കേരളത്തിൽ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ച സ്ഥലം ഏത്? നബാർഡിന്റെ സഹകരണത്തോടെ കേരളത്തിൽ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ച സ്ഥലമാണ് ഏത്? ചളവറ. ചളവറ പാലക്കാട് ജില്ലയിലാണ് ചളവറ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കാണാം. പാർട്ട് 1 കാണാൻ മറക്കരുത്. ഇതൊരു സീരീസ് ആയിട്ടാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.